ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷനിലാണ് കേട്ടോ. നമ്മൾ മൂന്നാറിൽ വന്നാൽ ഒഴിവാക്കാൻ പറ്റാത്തൊരിടമാണ് ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ്. അപ്പോൾ നിങ്ങളിൽ അധിക പേരും ഈ ഒരു സ്ഥലം കണ്ടവരുണ്ടാവും, കാണാത്തവരുണ്ടാകും. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരെയായിട്ടാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. അവിടെ നിന്ന് കുറച്ച് നടന്നിട്ട് വേണം നമുക്ക് ഈ ഒരു ടോപ്പ് സ്റ്റേഷനിലെത്താം. അപ്പോൾ വരുന്ന വഴി മുഴുവനും ചെറിയ ചെറിയ കടകളാണ് കേട്ടോ. ഇതിൽ കുടിൽ വ്യവസായമായിട്ടുള്ള ഒരുപാട് കടകളുണ്ട്. അതിൽ തേന്, അതുപോലെ തന്നെ കാട്ടുമരുന്ന്, ഇങ്ങനെയുള്ള ഐറ്റംസാണ് അവിടെ വിൽക്കപ്പെടുന്നത്. പിന്നെ നല്ല ഫ്രഷായ ക്യാരറ്റ്, പച്ചമാങ്ങ, അങ്ങനെയുള്ള സംഭവങ്ങളെ മുളക് പുരട്ടിയിട്ട് തരുമല്ലോ, അതുപോലെ ലൈവായിട്ടുള്ള പിന്നെ ഷോപ്പുകളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചോളം ചുടൽ, ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ള ഐറ്റംസ് കേട്ടോ. പിന്നെ ഒരുപാട് ഷോപ്പുണ്ട്, അങ്ങത്തോളം രണ്ട് സൈഡിലായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്. അതിലൊക്കെ നമ്മൾ സാധാരണ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും കാണപ്പെടുന്ന ഇനങ്ങൾ തന്നെയാണ്. അപ്പോൾ കുട്ടികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഐറ്റംസാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്ന വിവിധ തരത്തിലുള്ള പാവകൾ, മാലകൾ, ചപ്പൽസ്, ഇതൊക്കെയാണ് അവിടെ മെയിനായിട്ടുള്ളത്. നമ്മൾ തന്നെ ഒന്ന് അങ്ങോട്ട് കയറി പോകും. പക്ഷേ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക. അപ്പോൾ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. ഇപ്പം ഞങ്ങൾ ഈ നടന്നു വന്ന ഏരിയ മുഴുവനും തമിഴ്നാടിൻ്റെ പ്രദേശമാണ് കേട്ടോ. അപ്പോൾ തമിഴ്നാട്ടിലൂടെ വേണം ഈ ഒരു പ്രദേശത്തിലേക്ക് കടന്നു വരാൻ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്, ആ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് പോകുകയാണ്. ഇതൊക്കെ തമിഴ്നാട് ഗവൺമെൻറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വാച്ച് ടവറിലേക്ക് കയറി കഴിഞ്ഞാൽ ചുറ്റുപാടുമുള്ള മലകളെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലാണ് ഈ ടവർ നിർമ്മിച്ചിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുക. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു ഭാഗം തമിഴ്നാടിൻ്റെ ഒരു തമിഴ്നാടിൻ്റെ ഏരിയകളും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ചില ദിവസങ്ങളിൽ മൂടൽമഞ്ഞ് കൂടുതലായി നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ മുമ്പ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല മൂടൽമഞ്ഞായതുകൊണ്ട് നമുക്ക് താഴെയുള്ള കാഴ്ചകളൊന്നും കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടേക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു ടൈം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ തൊട്ട് മെയ് വരെയാണ്. അപ്പോൾ നല്ല കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇവിടെ നിന്ന് നോക്കിയാൽ തമിഴ്നാട്ടിലെ ഒരു പ്രദേശമായ തേനി, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഈ മൊബൈലിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല, കാരണം അത് സൂം ചെയ്താൽ നന്നായിട്ട് കാണാനും പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ തെളിച്ചമുള്ള അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. മൂടൽമഞ്ഞാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും അങ്ങനെ താഴേക്കുള്ള ഭാഗങ്ങളൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് താഴെയുള്ളൊരു ഭാഗത്തേക്ക് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. അതായത് താഴെ പോയാലും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ച കാണാൻ പറ്റും. അവിടെയും ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഇറങ്ങാനായിട്ട് ഞങ്ങൾ ഇവിടുത്തെ കാഴ്ച കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ ഇല്ലേ ഓരോ നോട്ടിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മളവിടെ പോകാനും വരാനൊക്കെ. അപ്പോൾ താഴേക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടത്, നല്ല അടിപൊളിയാണ്. നമുക്ക് എല്ലാവർക്കും അവിടെ പോകാൻ പറ്റുമോ? ഞങ്ങൾ അവരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങിയത്. ഞാൻ മുന്നേ വന്നു എന്ന് പറഞ്ഞല്ലോ, ആ സമയത്തൊന്നും അവിടേക്ക് അലൗഡ് അല്ലായിരുന്നു, അങ്ങനെ താഴേക്കൊന്നും വിട്ടിട്ടില്ലായിരുന്നു. ഇങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ മൂന്നാറിൽ നിന്ന് ടോപ്പ് സ്റ്റേഷനിലേക്ക് ബസ്സുണ്ട്, സാധാ സർവീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് അങ്ങനെയും ഇങ്ങോട്ട് കാണാൻ വരാം. പിന്നെ നമ്മൾ ആ വരുന്ന വഴിയൊക്കെ കണ്ടല്ലോ, അവിടുന്ന് കുതിരസവാരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ കയറിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കയറിയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഈ ഒരു ചാനലിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വേറൊരു വീഡിയോ വരുമ്പോൾ ബൈ, അസ്സലാമു അലൈക്കും.